ഇത്തിരി ദിവസത്തിനുള്ളിൽ ടോണിമോന്റെ പിണക്കോ മാറ്റി എന്റെ മുന്നിൽ കൊണ്ടുവന്ന് നിർത്തി തരാമെന്ന് പറഞ്ഞിട്ട് പോയ പോക്കാം. എന്നിട്ട് ഇന്ന് നമ്മൾ കാണുന്നത് എവിടെയായിരുന്നടാ തടിയാ നീ? ജീവിതത്തിൽ അടുക്കും ചിട്ടയും പക്വത ഇല്ലാത്ത ഒരുത്തനായതുകൊണ്ട് ഇതുപോലത്തെ വർക്ക് ധാരാളം കിട്ടാറുണ്ട്. എന്നെ ധർമ്മസങ്കടത്തിലാക്കരുത് പ്ലീസ്. എല്ലാം ഏറ്റിട്ട് ഒടുക്കം കൈ ഒഴിയുന്നോ? സത്യം പറഞ്ഞ നല്ല ആഗ്രഹമുണ്ട്. അങ്ങനെ ഇപ്പൊ പോകാൻ പറ്റുന്ന തോന്നുന്നുണ്ടോ? അല്ല, ഞാൻ അങ്ങനെ പോയിന്ന് വെക്ക്, എന്തായിരിക്കും സംഭവിക്കുക? എന്ത് സംഭവിക്കാനാ, ഞാനങ്ങ് വിട്ടുകളെ. അത്രേ ഉള്ളൂ, സന്തോഷം എന്ന് തോന്നുന്നുണ്ടോ മോനെ? ചെറുതായിട്ട്. ഞാൻ ടോണിയുടെ പുറകെ നടക്കുമ്പോ എന്തായിരുന്നു ടോണിയുടെ അവസ്ഥ? കൊടൂരം ആണല്ലോ. എന്നാ അതിലും കൊടൂരമായിരിക്കും നീരജിന്റെ അവസ്ഥ. ഞാൻ പുറകിനങ്ങ് കൂടും. എന്താ വേണോ? എന്റെ അമ്മേ, എന്റെ മോളെ പ്ലീസ്, ഈ കാണുന്ന തടി മാത്രമേ ഉള്ളൂ, ഉപദ്രവിക്കരുത്. ഇല്ല, പകരം സഹായിക്കാം. എങ്ങനെ? ടോണി മോനെ എനിക്ക് വേണം. ഓ മൈ ഗോഡ്, ഇവനെ എങ്ങനെയും പിടിച്ചിട്ട് കുടുക്കിലിട്ടേ പറ്റൂ. അതിനിപ്പോ കിംകി ഡുക്കിന്റെ സിനിമ കണ്ടിട്ടാണേലും ശരി. അതെന്താ ആ കുടുക്ക്? അതൊക്കെ പിന്നെ പറയാം. തൽക്കാലം നീ എന്നെ ഈ കുടുക്കിന്നൊന്ന് രക്ഷിക്കോ. തടിയൻ പൊക്കോ. താങ്ക്സ്. ഞാൻ പുറകെ ദൈവമേ, പെട്ടു. അടി തെറ്റിയല്ലേ? അടിയൊന്നും തെറ്റാറില്ല, എല്ലാം ഞാൻ വാങ്ങിച്ചു കൂട്ടാറുണ്ട്, സത്യം. അപ്പൊ ശരി, കാര്യത്തിലേക്ക് കടക്കാം. ടോണിയെ എങ്ങനെ എന്നിലേക്ക് അടുപ്പിക്കും? ടോണിയെ നിന്നിലേക്ക് അടുപ്പിക്കുമ്പോ എന്നെ കല്ലറയിലേക്ക് അടുപ്പിക്കും. കുറച്ച് സമയം വേണം ചിഞ്ചു, എനിക്കൊന്ന് ആലോചിക്കണം. ശരി, ഒരു 10 മിനിറ്റ് എടുത്തോ. ആ സമയമല്ല ചോദിച്ചത്, കുറച്ച് ദിവസമാണ്. ശരി, എത്ര ദിവസം വേണം? ഒരു 365. അല്ല, 365 ദിവസത്തിൽ ഒരു 10-15 ദിവസം മതി. എന്താ, പറ്റൂലേ? പറ്റൂല. അയ്യോ, അത്രയെങ്കിലും തരണം. ഇത്തിരി റിസ്കാ, അതുകൊണ്ടല്ലേ ചോദിക്കുന്ന മോളെ, പ്ലീസ്. ശരി, ഒരു 15 ദിവസം ഒന്നും പറ്റൂല, ഒരു 5-10 ദിവസം തരാം. എന്താ മതിയോ? മതിയിലോ, സമാധാനായി. ശേ, എന്താ മോളെ ഇത്, അതൊറ്റ വലിക്ക് കുടിച്ചൂടെ? അതെനിക്കിഷ്ടല്ല, സിപ്പ് സിപ്പാ ഇഷ്ടം. ഓ, പിന്നെ അന്നത്തെ പോലെ യഥാർത്ഥ വെളിവ് തലയിൽ വരുമ്പോഴേ ഒന്ന് അറിയിച്ചേക്കണേ. ഒരു കാര്യം സീരിയസ് ആയിട്ട് പറയാനുണ്ട്, അതുകൊണ്ടാ മോളെ. ഓക്കെ, എന്നാ ആ മീറ്റിംഗ് നമുക്ക് അടുത്ത ആഴ്ചത്തേക്ക് വെക്കാം. എന്താ? ഓ യെസ്, ഞാൻ ഫ്രീ അല്ലേ. എന്തൊരു കാര്യം. ശരി, നമുക്ക് കാണാം. ഓ ആയിക്കോട്ടെ, രക്ഷപ്പെട്ട്. ഓ തടിയാ, എന്തോ എങ്ങോട്ടെങ്കിലും മുങ്ങാൻ വല്ല പ്ലാൻ ഉണ്ടെങ്കിൽ വേണ്ട, എന്റെ കൈ ഇഷ്ടം പോലെ കാശുണ്ട്. എവിടെയാണെങ്കിലും ഞാനങ്ങ് പൊക്കും, ഓർത്തോ. പോട്ടെ. ആയിക്കോട്ടെ. പെട്ടു. എന്താ പറ്റിയത്? നിനക്ക് എന്ത് സംഭവിച്ചു? നീ അറിയണ്ട, എനിക്കത് പറയണമെന്ന് ഓർക്കണമെന്നൊന്നുമില്ല. ഞാൻ ആരോടെങ്കിലും പറയുമെന്ന് കരുതിയിട്ടാണോ? ഒന്നുമില്ല, ആ മൊബൈലിൻ്റെ കടവും പിന്നെ ഞാൻ വരുത്തി വെച്ച അല്ലറ ചില്ലറ കടമെല്ലാം കൂടി വന്നപ്പോൾ ഒരു ഫൈനാൻഷ്യറുടെ കയ്യിൽ നിന്ന് കുറച്ച് ക്യാഷ് കടം വാങ്ങിയിരുന്നു. ജോലി പോയപ്പോൾ അതിനടയ്ക്കാൻ വെച്ചിരുന്ന തുക കിട്ടിയില്ല. പിന്നെ അവരെ വിളിച്ചിട്ട് ഞാൻ ഫോൺ എടുക്കുന്നുണ്ടായിരുന്നില്ല. ഇന്നെന്തായാലും കാണാൻ നേരം ചെന്നതാണ്. ഒരവധി പോലും പറയാൻ അനുവദിക്കാതെ 3-4 പേരൂടി എന്നെ തല്ലി. വേദനയുണ്ടോ? ഇല്ല. പിന്നെന്തിനാ കണ്ണ് നിറഞ്ഞിരിക്കുന്നേ? എൻ്റെ മേലിൽ ഒരു തുള്ളി മണ്ണ് വീണാൻ സഹിക്കാത്ത റോയിച്ചൻ എന്നെ ആരെങ്കിലും തല്ലിയെന്നറിയുമ്പോൾ തകർന്നു പോയില്ലെന്ന് ഓർക്കുമ്പോൾ. ആരേടി? റോയ്ച്ചനെ വിളിക്കണ്ട, റോയിച്ചൻ അറിയണ്ട. റോയ്ച്ചനെ വിളിക്കാതെ എങ്ങനെയാ? അവന്മാർക്ക് 2 കൊടുത്താലേ ഉള്ളൂ. നീ ഫോൺ കട്ടി, ഞാൻ പറയുന്നേക്ക്. റോയ്ച്ചൻ അറിയാതെ പിന്നെ? റോയിച്ചൻ അറിയണ്ട, കാശ് ഞാൻ എങ്ങനെയും കൊടുത്തു തീർത്തോളാം. അതിന് നിന്റെ എവിടുന്നാ കാശ്? എന്തേലും ഒരു വഴി കാണണം. ഞാൻ പറയുന്ന കേക്ക്. റോയ്ച്ചൻ ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ അവന്മാർക്ക് 2 കൊടുക്കുകയും ചെയ്യും, പൈസ കൊടുത്ത് ഒഴിവാക്കുമല്ലോ. ഏറി വന്നാ നിനക്ക് കുറച്ച് ചീത്ത കേൾക്കും, അത്രയല്ലേ ഉള്ളൂ. ചീത്ത കേൾക്കുന്നതിൻ്റെ അല്ല, ഇതറിഞ്ഞാൽ റോയിച്ചൻ തകർന്നു പോകും. പിന്നെ അതെങ്ങനെ ഒഴിവാക്കുമെന്നാ? എന്തായാലും
കൊടുത്തേ പറ്റൂ. വേദന ഇപ്പൊ എങ്ങനെയുണ്ടടാ? വേദന മാറാൻ മരുന്നൊന്നും കഴിച്ചിട്ടില്ലല്ലോ. പിന്നെന്താ നീ ഇത് പറയാതിരുന്നേ? പറഞ്ഞില്ല, അത്രേ ഉള്ളൂ. നീ എന്താ ആലോചിക്കുന്ന ടോണി? കാശ് കൊടുത്ത് തീർക്കാൻ ഒരു വഴി കാണണമല്ലോ. നീ ആലോചിക്ക. ഞാൻ എന്താ വരുന്നു, ആദ്യം മരുന്ന് വെക്കാം. ചായ വേണോ നിനക്ക്? നീ ഉണ്ടാക്കുന്ന ചായയല്ലേ, കുഴപ്പമായാലോ. ഏതായാലും തമാശ വിട്ടിട്ടില്ല അല്ലേ? ചെല്ലു, ഒരു ചായ ഉണ്ടോ? അങ്ങനെ വഴിക്ക് വാ. ഈ ചായ ടോണിയാ? അവന്മാരാരൊക്കെയെന്ന് നിനക്കറിയാവോ? എങ്കിൽ ഞാൻ നാളെ രാവിലെ അങ്ങോട്ട് വരണുണ്ട്. ശരി ചേ. അമ്മയുടെ നമ്പറൊക്കെ കയ്യിലുണ്ടല്ലോ അല്ലേ? ആ ശരി. ആരെയാ നീ വിളിച്ചേ? അതൊക്കെ ഉണ്ട്, നീ അറിയണ്ട. ഛേ, എന്നാലും ആരടുത്താ നീ ഇത്ര നേരം സംസാരിച്ചുകൊണ്ടിരുന്നേ?